ഗാന്ധി ജയന്തിയാണ്. അപ്പോൾ എന്താണ് അതിനു വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്യാമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. നമുക്ക് ഒരു ഡ്രോയിങ് ചെയ്താലും മഹാത്മാഗാന്ധിനെ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സ്റ്റെപ്പിൽ ചെയ്യാം. ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്താൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് റിയലിസ്റ്റിക് പോർട്രേറ്റ് ചെയ്യാൻ പറ്റും. ഗ്രിഡ് മെത്തേഡ് ബിഗിനേഴ്സിന് വളരെ ഹെൽപ്ഫുള്ളാണ്. അതെങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഡ്രോയിങ് കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രിഡ് വരയ്ക്കുകയാണ്. ഗ്രിഡ് വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. ഈ ഒരു ഫോട്ടോയാണ് ഞാൻ ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഗ്രിഡ് എന്ന് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഐസാണ് ഡ്രോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗ്രിഡ് മെത്തേഡിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഓരോ കോളമിനും ഓരോ റോസിനും നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ നമ്പർ കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ കോളം നമ്പർ 6, 7, 8, റോ നമ്പർ 5, 6, 7 അത്രയാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ വരയ്ക്കുന്നത്. ആ ഓരോ പോർഷനും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഗ്രിഡ് മെത്തേഡ് കൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊപ്പോർഷൻ എല്ലാം കറക്റ്റ് ആയിരിക്കും. ആക്യുറേറ്റ് മെഷർമെൻറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഫ്രീ ഹാൻഡ് വെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രാക്ടീസ് ഇല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആവണമെന്നില്ല. ഗ്രിഡ് മെത്തേഡ് കൊണ്ട് നിങ്ങളത് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ആക്യുറേറ്റ് മെഷർമെൻറ്റ് കിട്ടും. അതാണ് ഇതിൻ്റെ യൂസ്. ഞാനിതിൽ GSM എന്താണ് എന്നുള്ളത് പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വരയ്ക്കുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേളിനെയാണ്. അതിൽ ഞാൻ ഗ്രിഡ് മെത്തേഡാണ് യൂസ് ചെയ്തത്. പിന്നെ ഈ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള നേരത്തെ വീഡിയോസ് എല്ലാം ഫ്രീ ഹാൻഡ് ഡ്രോയിങ്സ് ആണ്. ഇനി നമുക്ക് സെക്കൻഡ് ഐസ് വരയ്ക്കാം. സെക്കൻഡ് ഐസിൻ്റെ കോളം നമ്പർ 4, 5, 6, റോ നമ്പർ 5, 6, 7. പ്രാക്ടീസ് കൂടുന്നതനുസരിച്ച് ഗ്രിഡിൻ്റെ ലെങ്ത് കൂട്ടിയാൽ മതി. അപ്പോഴത്തേക്കും നിങ്ങൾ കൂടുതൽ ആക്യുറേറ്റായി വരയ്ക്കാൻ പ്രാക്ടീസായി വന്നുകൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഫ്രീ ഹാൻഡ് ഡ്രോയിങ്സും ചെയ്യാം, ഭയങ്കര ഈസിയായിരിക്കും. ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ മെയിനായിട്ട് ആ ഒരു ഡാർക്ക് ഷെയ്ഡും ഷാഡോ ഹൈലൈറ്റൊക്കെ വരുന്നത് ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾ അതിൽ തന്നെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആയിരിക്കും.
ഔട്ട്ലൈൻ ഫുൾ വരച്ച് കഴിഞ്ഞ ശേഷം ഈ ഒരു ഗ്രിഡ് ഫുള്ള് എറേസ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ പതുക്കെ പതുക്കെ ഓരോ പോർഷൻ ഷെയ്ഡ് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു ഏരിയയിൽ ഗ്രിഡ് എറേസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളെല്ലാവരും ഔട്ട്ലൈൻ വരച്ചാണോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് മൊത്തമായിട്ട് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഷെയ്ഡിങ് ഞാൻ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ താങ്ക് യു For watching. ഞാൻ ആദിത്യ. പിന്നെ ഞാൻ anannya. Hello, welcome back to our channel.